തൃശൂർ കോടാലി സർക്കാർ LP സ്കൂളിലെ ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിൽ വിശദീകരണം നൽകാതെ അധികൃതർ. സീലിംഗ് തകരാൻ കാരണം മഴയെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരും കൈയൊഴിയുന്നു. അഴിമതിയാണ് ഓഡിറ്റോറിയത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 54 ലക്ഷം രൂപ ഉപയോഗിച്ച് തൃശൂർ കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥയാണിത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ഒന്നാകെ തകർന്ന് നിലം പതിച്ചു. ഇതിന് പുറമെ ഓഡിറ്റോറിയത്തിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗ്രില്ലുകളെല്ലാം തകർച്ചാ ഭീഷണി നേരിടുന്ന നിലയിലാണ്. ഭിത്തിയും ഒപ്പം ഗ്രില്ലും 2 തട്ടിലായി കിടക്കുന്നതും കാണാം. തുടർച്ചയായി മഴ പെയ്തതാണ് സീലിംഗ് തകരാൻ കാരണമെന്ന വിചിത്ര ന്യായമാണ് ഉദ്യോഗസ്ഥർ നിരത്തുന്നത്. സീലിംഗിനായിട്ട് സ്ഥാപിച്ച ജിപ്സം ബോർഡുകളിൽ വിടവുകൾ ഉണ്ടായിരുന്നു. ഈ വിടവുകളിലൂടെ വെള്ളം ആഴ്ന്നിറങ്ങി ആണികൾ ദ്രവിച്ചതാണ് സീലിംഗ് തകരാൻ കാരണമെന്നാണ് കോസ്റ്റ് ഗാർഡ് പ്രോജക്ട് ഡയറക്ടർ പറയുന്നത്. എന്നാൽ ഓഡിറ്റോറിയം നിർമ്മാണത്തിലുണ്ടായത് അഴിമതി മാത്രമാണെന്ന് നാട്ടുകാരും പറയുന്നു. സീലിംഗ് തകർന്നത് രാത്രിയിലായതിനാൽ മറ്റത്യാഹിതങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന ആശ്വാസത്തിലാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ. സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള മറ്റ് കെട്ടിടങ്ങളുടെയും ബലം കൃത്യമായി പരിശോധിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയം തകർന്നതിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരുന്നത് വരെ BJP സമരം തുടരുമെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. BJP മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് BJP അറിയിച്ചു. ജനം, തൃശൂർ.